നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. ഈ പറയുന്ന പ്രാർത്ഥന സംഘത്തിൻ്റെ പ്രാർത്ഥനയാണ്, ശാഖകളിലെല്ലാം ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ്. ഭഗവദ്ധ്വജത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. അത്രയേറെ റെസ്പെക്റ്റോടുകൂടി, ആദരവോടുകൂടി മാതൃഭൂമിയെ ഭജിച്ചുകൊണ്ട് ഹൃദയത്തിൽ അമ്മയെന്നോർത്തുകൊണ്ടാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. ഹൃദയപ്രതിജ്ഞയാണ് ചെയ്യുന്നത്, നെഞ്ചിലാണ് കൈവയ്ക്കുന്നത്. ആ പ്രാർത്ഥനയാണ് DK ശിവകുമാർ കർണാടകയുടെ നിയമസഭയ്ക്കുള്ളിൽ ചൊല്ലിയിട്ട് പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശാഖകളിൽ പങ്കെടുത്തിട്ടുണ്ട്, തനിക്ക് ഈ RSSനെ കുറിച്ച് അറിയാം, സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ശിവകുമാറിനെ പറ്റിയിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ വലിയ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ BJPയുമായിട്ടും RSS നേതാക്കളുമായിട്ടൊക്കെ വ്യക്തിപരമായിട്ടുള്ള അടുത്ത ബന്ധങ്ങളും ശിവകുമാറിനുണ്ട്. ശിവകുമാർ BJPയിലേക്ക് പോവുകയാണോ, അതിൻ്റെ സൂചനയാണോ സംഘത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിയമസഭയിൽ നൽകിയത്? അല്ല, ശിവകുമാറിൻ്റെ സമീപനങ്ങൾ ഇപ്പോൾ മാത്രമല്ല, പലപ്പോഴും എനിക്കൊന്ന് കുംഭമേളയുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ RSSൻ്റെ പല പ്രവർത്തനങ്ങളുമായിട്ട് പല ഘട്ടങ്ങളിലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അദ്ദേഹം RSS ആയി തീരാനോ RSS വഴി BJPയിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വായിച്ചാൽ അത് ഒരു അമിത വായനയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ശിവകുമാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന മറ്റ് പലരേക്കാളും വ്യത്യസ്തമായിട്ട് RSSൻ്റെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബന്ധങ്ങളൊക്കെ ഏതാണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന തരത്തിൽ പാകപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പോലും RSSുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടാവില്ല. കാരണം RSSനെ സ്വയം സേവകരെന്ന നിലക്ക് മാത്രം, എന്നുവെച്ചാൽ ഒരു സാമൂഹ്യ പ്രവർത്തക സംഘം എന്ന നിലക്കാണ് അദ്ദേഹം കാണുന്നതെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സൗഹൃദ ബന്ധം വലിയ പ്രശ്നമായിട്ട് മാറില്ല. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ അങ്ങനെയല്ല നമ്മൾ കണ്ടാൽ. ഇപ്പോൾ പത്മജ വേണുഗോപാലെല്ലാം BJPയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ താവളം തേടിയുള്ള സഞ്ചാരത്തിൻ്റെ ഒരു മാതൃകയായിട്ടോ അതിൻ്റെ ഒരു പ്രതീകമായിട്ടോ നമുക്ക് പത്മയെ കാണാനായിട്ട് പറ്റും. അപ്പോൾ പത്മജ പ്രവർത്തിക്കുന്ന പോലെയല്ല ശിവകുമാർ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ശിവകുമാർ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. രണ്ട് തരത്തിൽ, ഒന്ന് സംഘടനയ്ക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തൻ്റെ വരുതിയിൽ നിൽക്കണം എന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. തനിക്ക് കോൺഗ്രസ് വഴി മുഖ്യമന്ത്രിയാകാനായിട്ട് കഴിയണം എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശിവകുമാറിനറിയാം ഒരു മുഴം മാത്രമേ ഇനി മുഖ്യമന്ത്രി കസേരയിലേക്കുള്ളൂ എന്നുള്ളത്. അത് തള്ളിക്കളഞ്ഞ് അദ്ദേഹം BJPയിലേക്ക് പോകും എന്ന് കരുതുന്നുണ്ട്. എന്താണ് പ്രിയനെന്താണെന്ന്? അല്ല, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ടൈം സിദ്ധരാമയ്യയും പകുതി ടൈം ശിവകുമാറും എന്നൊക്കെയുള്ള ഒരു സമവാക്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരിക്കലും DK ശിവകുമാറിനെ പോലെ ഇത്രയും കരുത്തനായ ഒരു നേതാവ്, അതായത് സിദ്ധരാമയ്യയും നമുക്കറിയാം, പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ശരി തന്നെ DK ശിവകുമാറിൻ്റെ കരുത്തിലാണ് സിദ്ധരാമയ്യ അധികാരത്തിലെത്തിയത്. അവിടുത്തെ കോൺഗ്രസിനെ ഇത്രയേറെ വളർത്തിക്കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്കാണ് DK ശിവകുമാറിനുള്ളത്. കാരണം ശിവകുമാർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഒരു അതികായനായിട്ടുള്ള ഒരു നേതാവാണ്. അതിഗംഭീരമായ പ്രസംഗശൈലി, അതിഗംഭീരമായ സ്വാധീനശേഷി, ഇതെല്ലാം ഉള്ള ഒരു നേതാവ്. ശിവകുമാറിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ഇലക്ഷൻ പരിപാടികളൊക്കെ നടക്കുമ്പോൾ, റാലിയൊക്കെ നടത്തുമ്പോൾ DK ശിവകുമാർ വേദിയിലേക്ക് വരുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ പോലും അതിഗംഭീരമായ ആരവം അങ്ങ് ഉയരും. അത് ഈ ജനങ്ങൾക്ക്, അണികൾക്ക്, ഇപ്പം നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ P ജയരാജൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അതേ രീതിയിൽ, അതേ മാതൃകയിലാണ് കർണാടകയിൽ DK ശിവകുമാർ പ്രവർത്തിക്കുന്നത്. അത് മസിൽ പൊളിറ്റിക്സ് ആയാലും ശരി തന്നെ, ഈ പറയുന്ന അല്ലാത്ത രാഷ്ട്രീയമായാലും ശരി, രണ്ടിലും കൃത്യമായിട്ടുള്ള ശക്തി ശിവകുമാറിനുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ മാഷ് പറഞ്ഞതുപോലെ തന്നെ അതിഗംഭീരമായ പണം, വലിയ സമ്പന്നനാണ്, അതിസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ശിവകുമാർ. അപ്പോൾ ശിവകുമാറിൻ്റെ ശേഷി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അവിടെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന് വന്നാൽ, തനിക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ചില്ല എന്ന് വന്നാൽ
ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു ഇടം തേടുന്ന ഇല്ലെങ്കിൽ BJP പോലുള്ള ഒരു പാർട്ടിയിലേക്ക് മാറുന്നത് ശിവകുമാറിന് അത്ര മോശം കാര്യമായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്, വലിയ വിശ്വാസിയാണ് ശിവകുമാർ. അതിഗംഭീരമായ ഭക്തനാണ്, വിശ്വാസിയാണ്. സ്വന്തം വീട്ടിൽ വലിയ തോതിലുള്ള യാഗം, ഈ പറയുന്ന ഹോമമൊക്കെ നടത്തുകയും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളെല്ലാം പാലിക്കുകയും ചെയ്യുന്ന ശക്തമായിട്ടുള്ള വിശ്വാസിയാണ്. ആ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക്, ഹിന്ദുത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് വലിയ പാടൊന്നും ഉണ്ടാകില്ല BJPയുടെ പാളയത്തിലേക്ക് മാറാൻ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയാണ്. BJP ഭരിക്കുന്ന കാലഘട്ടം മൊത്തം മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയും. BJPയുടെ അനിഷേധ്യനായ നേതാവായിട്ട് അവിടെ മാറാനായിട്ട് ശിവകുമാറിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ BJP പാളയത്തിലേക്ക് ശിവകുമാർ പോയാൽ അങ്ങനെ തെറ്റു പറയാൻ കഴിയില്ല, ഇല്ലെങ്കിൽ അതൊരു നഷ്ടമാവില്ല ശിവകുമാറിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പിന്നെ അന്വേഷണങ്ങളും ഉണ്ടല്ലോ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ പല ഘട്ടത്തിലായി ശിവകുമാറിനെതിരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയൊക്കെ നോക്കുമ്പോൾ ശിവകുമാറിന് ഒരു നല്ല സ്ഥാനത്തേക്ക് മാറാനായിട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു ടേം കഴിഞ്ഞ്, ഇപ്പോൾ ഉടനെ മാറുമെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടകയിലെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശിവകുമാർ സ്വാഭാവികമായിട്ടും BJPയിലേക്ക് ചേക്കേറിയാൽ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, കുറ്റപ്പെടുത്തലിൻ്റെ പ്രശ്നമല്ല അത്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി RSSൻ്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ സഹായം RSS ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലവും അതേപോലെ ചരിത്രവുമൊക്കെ ഈ RSS അതേപോലെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഒക്കെ ഉണ്ടായിരുന്നുള്ളവരും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ അകൽച്ചയുടെ പ്രശ്നം അതിൻ്റെ അകത്തില്ല. പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ചിലപ്പോൾ RSSും തമ്മിൽ സംഘർഷഭരിതമായിട്ടുള്ളൊരു മുഖം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വാസിയാണ്, ഹിന്ദു വിശ്വാസത്തിൽ അമഗ്നനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം RSS ആവണമെന്നില്ല. അദ്ദേഹം RSS ആവണം എങ്കിൽ, അല്ലെങ്കിൽ BJPയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ അടുത്ത കുറേ കാലമായിട്ടാണ് RSSും BJPയും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിക്കുന്നത്. നേരത്തെ RSSന് അങ്ങനത്തെ സ്വഭാവമില്ലായിരുന്നു, രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ അവരുടെ കുറവായിരുന്നു. പക്ഷേ ഈ പുതിയ BJPയുടെ വളർച്ചയും വികാസമൊക്കെ വന്ന സമയത്ത് BJPയെ തന്നെ RSSൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും RSS പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിത്തീരുകയും ചെയ്യും. അതാണ് സംഭവിച്ചത്. പക്ഷേ അത് വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം RSSുമായിട്ട് പുലർത്തുന്ന ബന്ധം എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം എങ്ങനെയാണോ RSSനെ കണ്ടിരുന്നത് അതേപോലെ തന്നെ അദ്ദേഹം തുടർന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പ്രിയം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു മണി പവർ, അദ്ദേഹത്തിൻ്റെ മസിൽ പവർ, ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കരുത്തനായിട്ടുള്ള ഒരു നേതാവായിട്ട് നിലനിർത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിയാവാനായിട്ട് കഴിയും എന്ന് കരുതപ്പെടുന്ന സമയം വരെ അദ്ദേഹത്തിന് BJPയിലേക്ക് ചേക്കേറേണ്ട കാര്യം വരില്ല. പക്ഷേ അവിടെ അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ വേണമെങ്കിൽ ആലോചിച്ചേക്കാം. ഇപ്പം ഇദ്ദേഹം കരുത്തനാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹം അങ്ങനെ ബാക്കിയുള്ളവർ കാണുന്നതല്ല ഞാൻ പറയാം. BJP പലതരം അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്, EDയെ വിട്ട് വേട്ടയാടാനൊക്കെ നോക്കുന്നുണ്ട്. അതിലൊന്നും തളരാതെ നിൽക്കാനായിട്ട് കഴിയും എന്ന് അദ്ദേഹത്തിന് കരുതുന്ന കാലത്തോളം അദ്ദേഹത്തിന് മറ്റൊരിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചവിട്ടുപടികൾ വെച്ച് നീങ്ങേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ ഇദ്ദേഹം ഇതിലേക്ക് മാറും, ചേക്കേറും എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു സങ്കീർണമായ ഘട്ടമെത്തിയാൽ ശിവകുമാറും ചിലപ്പോൾ പോയേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.